അപ്പോൾ ഇന്നൊരു വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. അധികം ഒരുപാട് നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: ബാസ്മതി റൈസ് 1.5 കപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ക്യാരറ്റ് 2 മീഡിയം സൈസ് ചെറുതാക്കി അരിഞ്ഞ് വെക്കണം. ഒണിയൻ അല്ലെങ്കിൽ സവോള 2 മീഡിയം സൈസ് ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കുക. ഫ്രോസൺ പീസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കുതിർത്ത് പ്രഷർ കുക്ക് ചെയ്തത് 3/4 കപ്പ്. പിന്നെ ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഒരു വലിയ ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇഞ്ചി 1.5 ഇഞ്ച് കഷ്ണം അരിഞ്ഞത്. വെളുത്തുള്ളി 8-9 അല്ലി അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞത്. പച്ചമുളക് 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് 2 ടീസ്പൂൺ, വേണമെങ്കിൽ കൂടുതലെടുക്കാം. ഗരം മസാല വീട്ടിൽ പൊടിച്ചത് അല്ലെങ്കിൽ ബിരിയാണി മസാല പൗഡർ 1 ടീസ്പൂൺ. കാഷ്യൂ സ്പ്ലിറ്റ് ചെയ്തത്, കശുവണ്ടി പരിപ്പ് 50 ഗ്രാം. നെയ്യ് 2 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഫ്രോസൺ പീസും തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ അരിക്ക് വെള്ളം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരി കഴുകി ഇടുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അത് വേവിക്കാൻ വയ്ക്കാം. അതിന് ശേഷം വേറൊരു പാനിൽ, നല്ല വലിയൊരു പാൻ എടുക്കുക. അതിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ളതാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചുവന്ന കളറ് ആയി വരുമ്പോൾ നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചുവന്ന നിറം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒരു കുറച്ച് സെക്കൻഡും കൂടെ, ഒരു 20 സെക്കൻഡോ ഒരു അര മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസും കഴുകി വെച്ചത് അതിലേക്ക് ഒന്നും കൂടെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വീണ്ടും വഴറ്റുക. ഇനി ഒന്ന് നന്നായിട്ട് വേവാനും വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ ആവിയിലൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് വേവാനും പാടില്ല. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ അരി കൂടുതൽ വെന്ത് പോകാതെ വെള്ളം ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കണം. വെള്ളം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഒന്നും കൂടെ ഇളക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഈ 1 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഈ മസാലയുടെ മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോയി നല്ലൊരു സ്മെല്ല് വരുന്നവരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ടിട്ടും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഏകദേശം റെഡിയാണ്. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് ഇട്ട് കൊടുത്തതാണ്. അത് അത്യാവശ്യമുള്ളതല്ല. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്കുള്ള. അപ്പോൾ അരി നമ്മൾ നോക്കുക, വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വാർത്ത് വയ്ക്കുക. അപ്പോൾ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വാർത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഈ പച്ചക്കറികളുടെ കൂട്ട് മാറ്റി വെച്ച് അവിടെ നമുക്ക് ഈ ചോറ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മറ്റേ സൈഡിലും കൂടെ കുറച്ച് ചോറിട്ട് കൊടുത്ത് വെജിറ്റബിൾസ് അതിൻ്റെ മീതേക്കും കൂടെയൊക്കെ ആക്കി ഒരു ലെയർ ഉണ്ടാക്കുന്നതാണ്. ഞാനൊരു എളുപ്പത്തിന് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ പാത്രം വേണമെങ്കിൽ അതിലിതുപോലെ നന്നായിട്ട് ചെയ്യാം. ഇനി അതിൻ്റെ മീതെ ഞാൻ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ ഈ ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക.
പിന്നെ മല്ലിയിലയും കൂടെ നന്നായിട്ട് വിതറി അടച്ച് വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ ഈ ഫ്ലേവറൊക്കെ നെയ്യിൻ്റെയും മസാലയുടെയും ഒക്കെ ഫ്ലേവർ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് നിങ്ങൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് ഒരുപാട് അങ്ങോട്ട് ഇളക്കി അതിൻ്റെ ടേസ്റ്റ് കളയരുത്. കുറച്ച് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു ഇതിനെ കൂട്ടി കഴിക്കാനുള്ളൊരു റൈത്തയും കൂടെ റെഡിയാക്കാം. അപ്പോൾ അതിന് ഒരു സവാള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞ പച്ചമുളക് ഒരെണ്ണം, ഉപ്പ് 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1.5 കപ്പ് നല്ല കട്ട തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇത് നമുക്ക് ബിരിയാണി ഒരു വെള്ള ചട്നിയുടെ കൂടെ ഈ റൈത്തയുടെ കൂടെ പിക്കിളും പപ്പടമൊക്കെ ആയിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ള ചട്നി തേങ്ങയും പച്ചമുളകും 1-2 അല്ലി വെളുത്തുള്ളി തൈരും കൂടെ ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ എന്താണെങ്കിലും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ.